എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് നേട്ടമുണ്ടാക്കി? അധ്വാനിക്കുന്നവന്, തൊഴിലാളി വർഗത്തിന്, വിയർപ്പെടുക്കുന്നവന്, വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ? ശമ്പളം കൊടുത്തോ മര്യാദയ്ക്ക്? കൂലി കൊടുത്തോ മര്യാദയ്ക്ക്? തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തോ? ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ട് കേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി കോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയുടെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ. ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഓരോ സഖാക്കളോടും ചോദിക്കുന്നു, വിയർപ്പൊഴുക്കുന്ന, ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇതിന്റെ പിറകിൽ? ആര് കൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി? എന്തേ കണ്ടുപിടിക്കാത്തത്? എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുന്നില്ല? പരിശോധിക്കണം. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടൊരു നിയമം ഈ രാജ്യത്ത് എടുത്തുപയോഗിക്കാൻ സാധിക്കാത്തൊരു സർക്കാർ. ഈ നാടിന്റെ ഗതികേടല്ലേ? പരിശോധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ അടുത്തൂട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പോകുമ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു സമയം. എനിക്കതറിയാം. വലിയ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ആവേശം വന്നാൽ ഞാൻ ഇത്തിരി പ്രസംഗിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്ന ഒന്നായി ഇന്ന് മാറ്റാൻ നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.